ത്യാഗമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എത്തുന്നു ആറയിൽ നിന്നും ആത്മാവിനെ. World Environmental Day slogan: Our land, our future. We are Generation Restoration. 2024 പരിസ്ഥിതി ദിന സന്ദേശം: നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി, നമ്മൾ പുനഃസ്ഥാപനത്തിന്റെ തലമുറ. Hello everyone, I'm here today to talk about environment and why it's so important to protect it. Our planet is the only home we have, and it's up to us to take care of it for future generations. The environment is facing many challenges, from air, water pollution to deforestation and loss of biodiversity. These issues are not only harming the planet, but also impacting our health and well-being. We can make a difference by making small changes in our daily lives. For example, we can reduce our carbon footprint by using public transportation or carpooling, conserving energy by turning off lights when we leave a room, and reducing waste by recycling and composting. We can support organizations and policies that protect the environment and educate others about the importance of our planet. It's up to us to be responsible and proactive in protecting the environment. If we work together, we can make a positive impact and ensure a bright future for our planet. So let's start by today making small changes that can have a big impact. Thank you. കവിത ആലപിക്കാൻ എത്തുന്നു അൻസാരി ഹാനസ്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. മറ്റൊരു സ്പീച്ചുമായി എത്തുന്നു ഏരിയയിൽ നിന്നും സഫ്വാൻ സജി. Respected teachers and my dear friends, I am Safwan Sadiq, studying 7th standard. Good morning to all. I am going to present a short speech on environment. Environment is a gift that needs a lot of nurturing. The environment is the surrounding in which we live. It consists of both biotic and abiotic elements. A clean environment is essential for the peaceful and healthy survival of humans. Ecosystem. The usage of plastic bags. നമ്മുടെ സ്കൂളിലെ 2024-2025 അധ്യയന വർഷത്തിലെ ആദ്യത്തെ അസംബ്ലിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമായിരിക്കും. ഇന്നെന്താണ് പ്രത്യേകത? ഏത് ദിവസമാണ് നമ്മളത് ആഘോഷിക്കുന്നത്? ജൂൺ 5 നമ്മൾ പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നു.
അതായത് പരിസ്ഥിതിയെ കുറിച്ച് അറിയുവാനും അതിന്റെ സംരക്ഷണയെ കുറിച്ച് നാം ഓരോരുത്തർക്കും പകർന്നു തരുവാനുമാണ്. അതുപോലെ തന്നെ പരിസ്ഥിതിയെ, നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും ശുദ്ധവായുവും ശുദ്ധജലവും ലഭിക്കണം എന്ന ആവശ്യകതയുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. സംസാരിക്കാൻ വേണ്ടി ശാലിനി ടീച്ചറിനെ ക്ഷണിക്കുന്നു. നമ്മൾ ഇന്ന് പരിസ്ഥിതി ദിനം ആചരിക്കുകയാണല്ലേ? അപ്പൊ അതിനുവേണ്ടി എല്ലാവരും തയ്യാറായിട്ട് വരാൻ പറഞ്ഞായിരുന്നു. എല്ലാവരും തയ്യാറായിട്ട് വന്നിട്ടുണ്ടോ? എന്തൊക്കെ തയ്യാറാക്കിക്കൊണ്ടുവന്ന്? പോസ്റ്റർ, പിന്നെന്തുവാ? അത് മാത്രമേ ഉള്ളോ? എല്ലാരും കൊണ്ടുവന്നോ പോസ്റ്റർ? കൊണ്ടുവരാത്തവരാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കുക. നമ്മുടെ വായുവൊക്കെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്, ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ വർഷം നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ചൂടായിരുന്നു. ഇപ്പോഴും ഭയങ്കരമായ ചൂട് അനുഭവപ്പെടുകയാണല്ലേ? ആണോ? ഇപ്പൊ മഴ പെയ്യേണ്ട സമയമാണ്. ആ മഴ പെയ്യേണ്ട സമയത്തും കൂടി ഇപ്പൊ എന്താണ് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത് അല്ലേ? അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ആണ് ആഗോള താപനം എന്ന് കേട്ടിട്ടുണ്ടോ? ആഗോള താപനം. അപ്പൊ ആഗോള താപനമാണ് ഇതിനെല്ലാം കാരണം. നമ്മുടെ കാലാവസ്ഥാ മാറ്റത്തിന്, നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന ഓരോ മാറ്റങ്ങൾക്കും കാരണം ആഗോള താപനമാണ്. ആഗോള താപനം കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പുറത്തുവിടല് കുറയ്ക്കുക എന്നുള്ളതാണ്. ഡീസല് അതുപോലുള്ള സാധനങ്ങളൊക്കെ കത്തുമ്പോഴും വാഹനങ്ങൾ ഓടുമ്പോഴെല്ലാം കുറയ്ക്കുന്നതിനുള്ള മാർഗം. ഇപ്പം പെട്രോൾ, ഡീസൽ അതൊക്കെ ഉപയോഗിക്കുന്ന അതൊക്കെ നമ്മുടെ നാട്ടിൽ മൊത്തം അതുപോലൊക്കെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ വേറൊരു പ്രതിവിധിയാണ് മരം നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. മരമാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് ഓക്സിജനെ പുറത്തുവിടുന്നതാണല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ പിടിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതാണ് ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. നിങ്ങൾ ഓരോരുത്തരും തന്നെ. അതുപോലെ തന്നെ നേച്ചർ ക്ലബിന്റെ അല്ലെങ്കിൽ പരിസ്ഥിതി ക്ലബിന്റെ ഉദ്ഘാടനം കൂടെ ഇതിന്റെ കൂടെ അംഗങ്ങളാകാൻ താല്പര്യമുള്ള ആൾക്കാർ കാണുമല്ലോ. അതായത് മണ്ണിൽ തൊടാനും ചെടികളെയൊക്കെ പരിപാലിക്കാനും പച്ചക്കറിത്തോട്ടം അതുപോലെ പൂന്തോട്ടം ഇതൊക്കെ ഉണ്ടാക്കാനും ഒക്കെ താല്പര്യമുള്ള കുട്ടികൾ, അതായത് മണ്ണിൽ തൊടുന്നതിന് ബുദ്ധിമുട്ടില്ലാത്ത കുട്ടികൾ, അത് ഇൻട്രസ്റ്റ് ഉള്ളവര് മാത്രം പരിസ്ഥിതി ക്ലബിൽ അംഗങ്ങളായാൽ മതി കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവര് ഈ അസംബ്ലി കഴിയുന്ന ഉടനെ ഇവിടെ ഒരു 5 മിനിറ്റ് നിങ്ങൾ നിൽക്കണം. നിർബന്ധിക്കുന്നില്ല, ആരെയും നിർബന്ധിക്കുന്നില്ല. ഈ മണ്ണിൽ തൊടാനും പച്ചക്കറിത്തോട്ടം, പൂന്തോട്ടം ഇതൊക്കെ നട്ടുപിടിപ്പിക്കാനും ഒക്കെ അതിനെ പരിപാലിക്കാനും ഒക്കെ താല്പര്യമുള്ളവര് മാത്രം ഇവിടെ നിൽക്കുക. സമ്മതിച്ചോ? അപ്പൊ ആരാതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. മറ്റുള്ളവരൊന്നും അറിയണ്ട. താല്പര്യമുള്ളവർ മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ അവരിവിടെ നിൽക്കുക. ഇപ്പൊ ഈ നമ്മുടെ നേച്ചർ ക്ലബിന്റെ പ്രധാന ഭാരവാഹികളെ, നമ്മുടെ നീന ടീച്ചറാണ് അതിന്റെ കൺവീനർ. നേച്ചർ ക്ലബിന്റെ പ്രധാന ഭാരവാഹികളെയൊക്കെ നീന ടീച്ചർ പറയും. ബാക്കിയുള്ളവരെ അസംബ്ലി കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, താങ്ക് യു. NSSന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് വൃക്ഷത്തൈ വിതരണം, അതിനുവേണ്ടിയാണ് NSSന്റെ കുട്ടികളെല്ലാം ഇവിടെ വന്ന് നിൽക്കുന്നത്. വൃക്ഷത്തൈ വിതരണം ചെയ്യുന്നതിനായിട്ട് ശൈലേഷ് സാറിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഏറ്റുവാങ്ങുന്നതിനായിട്ട് നേച്ചർ ക്ലബിന്റെ സെക്രട്ടറി മുഹമ്മദ് മെഹദി നവാസ്, പ്രസിഡന്റ് അൻസി, ഇവരെ രണ്ടുപേരെയും ക്ഷണിക്കുന്നു. ഓക്കെ.
കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോഴാണ് ഇതിൽ ഒരു വള്ളി ചിലത് ഇങ്ങനെ പാമ്പ് പോലെ നമുക്ക് അന്നേരം തന്നെ മനസ്സിലായി ഇത് പാമ്പിൻ്റെ ഒരു ചികിത്സയായിട്ട് ബന്ധപ്പെട്ട്. അമ്മനെ അത് മൂലം നക്ഷത്രം വെള്ളപ്പൈ വെള്ളപ്പഴമല്ല വെള്ളപ്പൈ. എന്തോ മനെയത് പലകപ്പയ്യാനി. ഒരു രാജ്യം ഏതാ ഈ വർഷം? സൗദി അറേബ്യ. അപ്പൊ അങ്ങനെ
എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ പരിസ്ഥിതി ദിനം എന്തിനാ ആചരിക്കുന്നത് എന്തിനാണ്? ചെടികൾ നടാനില്ല, നമ്മുടെ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് അവബോധം വരുത്താനും ഭാവിയിൽ എന്തോ ചെയ്യണമെന്ന് അറിയാനും. ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടുന്ന സ്ഥലം ഏതാ? നമ്മുടെ ഭൂമിയിൽ. അത് കേട്ടിട്ടില്ല? ആമസോൺ മഴക്കാടുകളെന്ന് കേട്ടിട്ടുണ്ട്. 20% നമുക്ക് കിട്ടുന്ന ഈ ഭൂമിയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിജന്റെ 20%ഓളം ആമസോൺ മഴക്കാടുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഏത് ഭൂഖണ്ഡത്തിലാണ് ഉള്ളത്?